2025 ജൂലൈ 30 ലോകം സമീപകാലത്തെ ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിലൊന്നിന് സാക്ഷ്യം വഹിച്ചു. റഷ്യയുടെ വിദൂര കിഴക്കൻ മേഖലയിലെ കംചത്ക ഉപദ്വീപിന് സമീപം 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭീമാകാരമായ ഭൂകമ്പം. US ജിയോളജിക്കൽ സർവേ ആദ്യം 8.7 എന്ന് രേഖപ്പെടുത്തിയ ഈ ഒരു കൂറ്റൻ ഭൂകമ്പം ആഗോളതലത്തിൽ രേഖപ്പെടുത്തിയ 10 ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നാണ്. ഇത് ഭൂമിയുടെ പുറംതോടിൽ മാത്രമല്ല, ശാന്തസമുദ്രത്തിലുടനീളം വ്യാപകമായ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു. ഇതിന്റെ നേരിട്ടുള്ള ഫലം ജപ്പാൻ, അലാസ്ക, ഹവായ് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും നാശം വിതച്ച് സുനാമി തിരമാലകൾ അതിവേഗം തീരങ്ങളിലെത്തി എന്നതാണ്. ഹവായിൽ 5 അടി വരെ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചു. ഹോണുലുലുവിൽ സൈറണുകൾ മുഴങ്ങുകയും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ ജനങ്ങൾക്ക് അടിയന്തര നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കംചത്കയിലെ പെട്രോപാവ്ലോവ്സ്ക് കംചത്സ്കി നഗരത്തിൽ നിന്ന് ഏകദേശം 119 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഭൂകമ്പം ഉണ്ടായത്. ഇത് പ്രദേശത്ത് വ്യാപകമായ പരിഭ്രാന്തിക്ക് കാരണമാവുകയും ചെയ്തു. ജനങ്ങൾ തെരുവുകളിലേക്ക് ഓടിയിറങ്ങി. പ്രദേശത്ത് വൈദ്യുതി മുടങ്ങുകയും മൊബൈൽ നെറ്റ്വർക്കുകൾ തകരാറിലാവുകയും കെട്ടിടങ്ങൾക്ക് ഘടനാപരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കംചത്കയിലെ സെവോറോ കുറിൽസ്ക് പട്ടണത്തിന്റെ ചില ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായതായി റഷ്യൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോകൾ വ്യക്തമാക്കുന്നുണ്ട്. ജപ്പാനിൽ ഹൈക്കിഡോയിൽ 30 സെന്റിമീറ്റർ ഉയരമുള്ള തിരമാലകൾ ആദ്യം രേഖപ്പെടുത്തിയതും മുൻകാല ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജനങ്ങൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറി. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ, വാഷിംഗ്ടൺ സ്റ്റേറ്റ്, കാലിഫോർണിയ എന്നിവയുൾപ്പെടെ US വെസ്റ്റ് കോസ്റ്റിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും സുനാമി മുന്നറിയിപ്പുണ്ട്. സുനാമികൾ സാധാരണ കാറ്റ് കാരണം ഉണ്ടാകുന്ന തിരമാലകളിൽ നിന്ന് വ്യത്യസ്തമാണ്. സമുദ്രജലത്തിന്റെ വലിയൊരു ഭാഗത്തിന് പെട്ടെന്നുണ്ടാകുന്ന അതിശക്തമായ സ്ഥാനചലനം മൂലമാണ് ഈ ഒരു അസാധാരണവും ദീർഘനേരം നിലനിൽക്കുന്നതുമായ തിരമാലകൾ ഉണ്ടാകുന്നത്. ഭൂരിഭാഗം സുനാമികളും ഏകദേശം 80% കടലിന്റെ അടിത്തട്ടിലോ അതിനടുത്തോ ഉണ്ടാകുന്ന വലിയ ഭൂകമ്പങ്ങളാണ് ഇതിനൊക്കെ കാരണം. ഒരു സുനാമി ഉണ്ടാകണമെങ്കിൽ ഭൂകമ്പത്തിന് ആവശ്യമായ ശക്തിയും കടലിന്റെ അടിത്തട്ടിൽ ലംബമായ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്നത്ര അടുപ്പവും ഉണ്ടായിരിക്കണം. കടലിന്റെ അടിത്തട്ട് പെട്ടെന്ന് ഉയർന്നു വരികയോ താഴുകയോ ചെയ്യുമ്പോൾ അതിനു മുകളിലുള്ള വലിയ ജലനിരയ്ക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ജലം സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടം തിരമാലകൾക്ക് രൂപം നൽകുകയും ഈ തിരമാലകൾ ജെറ്റ് വിമാനത്തിന്റെ വേഗതയിൽ മണിക്കൂറിൽ 100 കണക്കിന് മൈലുകൾ എന്ന രീതിയിൽ സമുദ്രത്തിലൂടെ വ്യാപിക്കുകയും ചെയ്യുന്നു. ഒരു സുനാമിയുടെ ശക്തിയും വലുപ്പവും പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കടൽത്തട്ടിന് എത്രത്തോളം സ്ഥാനചലനം ഉണ്ടായി, ബാധിക്കപ്പെട്ട പ്രദേശത്തിന്റെ വ്യാപ്തി എത്രയായിരുന്നു, ഇത് പലപ്പോഴും ഭൂകമ്പത്തിന്റെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ ചലനമുണ്ടായ സ്ഥലത്ത് വെള്ളത്തിന് എത്ര ആഴമുണ്ടായിരുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും. ഭൂകമ്പങ്ങൾ കൂടാതെ കടലിനടിയിലെ മണ്ണിടിച്ചിലുകൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അത്യപൂർവമായി അതിതീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ഉൽക്കാപതനങ്ങൾ പോലും സുനാമിക്ക് കാരണമാകാറുണ്ട്. 2004 ഇന്തോനേഷ്യയ്ക്ക് സമീപമുണ്ടായ 9.1 തീവ്രതയുള്ള ഭൂകമ്പം സൃഷ്ടിച്ച സുനാമി 11 രാജ്യങ്ങളിലായി 2,20,000-ലധികം ആളുകളുടെ ജീവൻ കവർന്നെടുത്തത് ഈ തിരമാലകളുടെ വിനാശകരമായ ശക്തിക്കൊരു ഭയാനകമായ ഉദാഹരണമാണ്. എന്നാൽ ഈ ഒരു സുനാമി ഇന്ത്യൻ സമുദ്രത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിനെ ബാധിക്കും. ഈ ഒരു ഭീഷണി തള്ളി ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവന അനുസരിച്ച് പസഫിക് മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട സുനാമി തിരകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കില്ല. ഭൂഭൗമശാസ്ത്രപരമായ വ്യത്യാസങ്ങളും 2 ടെക്ടോണിക് പ്ലേറ്റുകളിലുള്ള അകലവുമാണ് ഇന്ത്യയെ സേഫ് ആക്കുന്നത്. ഭൂകമ്പങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്നതിനായി INCOISന്റെ സുനാമി മുൻകരുതൽ സംവിധാനം സജീവമാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണങ്ങൾക്ക് ചെവി കൊടുക്കാതെ ശാന്തരായി ഇരിക്കാം നമുക്ക്.